ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഇതാ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് എയർ ഫ്രൈയിൽ ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ കാണിക്കുന്നത്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ എണ്ണയൊന്നും യൂസ് ചെയ്യാതെ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ബ്രാൻഡിൻ്റെ ഫ്രഞ്ച് ഫ്രൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് യുണീക്കായി നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ. ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പം പുറത്തെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ, ആദ്യമൊന്നും പുറത്തെടുത്ത് വെച്ചിട്ടില്ല. ഇനി നമുക്ക് അത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ ഞാനിവിടെ MI എന്ന ബ്രാൻഡിൻ്റെ എയർ ഫ്രയറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇനി ബാസ്ക്കറ്റിൻ്റെ പ്ലേറ്റിലേക്ക് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഒട്ടും തന്നെ എണ്ണയൊന്നും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അടിഭാഗത്ത് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രേ ചെയ്യട്ടോ, ഏതെങ്കിലും ഓയിൽ, വെളിച്ചെണ്ണ വേണ്ട, ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതാ ഇത്രയും ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ കുറച്ച് കൂടുതലായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രേ വേണ്ടൂ. ഇനി ഫ്രഞ്ച് ഫ്രൈസിൽ ഇതാ ഉപ്പ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് വേണമെങ്കിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതാ ഞാനിപ്പം എയർ ഫ്രയർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു എയർ ഫ്രയറിൽ ഫ്രഞ്ച് ഫ്രൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് അടിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ 15 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഡിഗ്രി ടെമ്പറേച്ചർ വരുന്നത് 200 ഡിഗ്രി സെൽഷ്യസിൽ, ടൈം 15 മിനിറ്റാണ് വരുന്നത്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് നോക്കുന്നവരുണ്ടാവുമല്ലോ, ഫ്രഞ്ച് ഫ്രൈസ് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഇതാ ഷേക്ക് ദ ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ ഒരു 85% ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടുണ്ട്. അപ്പം ഇതാ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എയർ ഫ്രയർ ഓൺ ആയിക്കോളും. എയർ ഫ്രയറിൽ ഇത് ഏറ്റവും നന്നായിട്ട് കിട്ടുന്ന ഒന്നാണ് ഫ്രഞ്ച് ഫ്രൈസ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലായിട്ട് എണ്ണ പൊരിക്കുന്നതാണെങ്കിൽ അത്രയും എണ്ണ വേസ്റ്റ് ആയിപ്പോവും, അതുപോലെ തന്നെ നന്നായിട്ട് എണ്ണ കുടിക്കുകയും ചെയ്യും അല്ലേ ഫ്രഞ്ച് ഫ്രൈസിൽ. അപ്പം ഇതാ അങ്ങനെയൊക്കെ നോക്കുമ്പം എയർ ഫ്രയർ നല്ല ബെസ്റ്റ് ഓപ്ഷനിലാണ്. അപ്പം ഇതാ ഫുള്ളായിട്ടും എയർ ഫ്രയർ ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിതിലിപ്പോൾ ഒരു തുള്ളി ഓയിൽ പോലും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ചില എയർ ഫ്രയറിൽ നമുക്കൊന്ന് കുറച്ചൊരു ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്തെടുത്താൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഞാനിപ്പം ഒറ്റൊരു തുള്ളി പോലും ഓയിലോ എണ്ണയോ ഒന്നും തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഇതാ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇതല്ലാതെ നമുക്ക് ഹോം മെയ്ഡ് നമ്മൾ പൊട്ടറ്റോ വെച്ചിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം കുറേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ് കേട്ടോ ഇതുവരെ ഇടാതിരുന്നത്. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കൂടുതൽ എയർ ഫ്രൈ വീഡിയോസ് ഞാൻ ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പം ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.